ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? ഞാനൊരു പൊറോട്ട കഴിക്കട്ടെ. കടയിൽ നിന്ന് മേടിച്ച പൊറോട്ടയും കടയിൽ നിന്ന് മേടിച്ച വെജിറ്റബിൾ കറിയും ഞാനുണ്ടാക്കിയ ബീഫ് കറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കട്ടെ. ദേ നോക്കിയേ, എന്തൊരു രുചിയാണെന്നറിയാമോ? വാവ്, സൂപ്പർ. അങ്ങോട്ട് കഴിക്കട്ടെ കേട്ടോ. ഏറെ ചാറ് വേണമായിരുന്നെന്ന് ഇപ്പം തോന്നുക. ഞാനാണെങ്കിൽ ഇല്ലേ, കറി വെന്ത് വന്നപ്പോഴേക്കും കുറച്ചുകൂടെ കുറുകട്ടെ എന്നും പറഞ്ഞ് ചാറ് വറ്റിച്ചു. ഗ്രേവി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടി. കറി വെച്ചപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു എങ്കിലേ ഇതങ്ങ് കഴിച്ചങ്ങ് കാണിക്കാമെന്ന്. നല്ല ടേസ്റ്റുണ്ടേ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ രുചിയാണെന്ന് ഞാൻ തന്നെ പറയുന്നു എന്ന് വിചാരിക്കരുതേ. നല്ലവണ്ണം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ബീഫായാലും ചിക്കനായാലും ടേസ്റ്റുണ്ട്. അതിൻ്റെ ഗ്രേവി കാണുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ, തൊട്ട് നോക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മനസ്സ് പിടിക്കില്ല. ചെറുതായിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വല്ല ടേസ്റ്റിന് കുഴപ്പമുണ്ടെങ്കിൽ മസാലകളോ വല്ലതും ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞാൻ കൂട്ടത്തേയില്ല. അങ്ങോട്ട് കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് മാറ്റിയിടട്ടെ. ഈ കറിവേപ്പിലേക്ക് വന്ന് കിടക്കാൻ കണ്ട സമയം. വാവ്, സൂപ്പർ രുചി. ഒരു പൊറോട്ടയാണ് ഞാനിങ്ങനെ പതിയെ ഇങ്ങനെ പിടിച്ച് വലിച്ച് അങ്ങോട്ടെടുത്ത്, എന്നിട്ട് ഒരു ബീഫിൻ്റെ കഷ്ണവും ഇച്ചിരി ചാറോടെ ചെന്ന് എടുക്കണമെന്നുണ്ട്. അതിനൊക്കെയുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഒരു ബീഫിൻ്റെ കഷ്ണം അങ്ങോട്ട് പൊറോട്ടയ്ക്ക് അകത്തോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ. ദേ നോക്കിയേ, നല്ല രുചിയുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കുമല്ലോ അല്ലേ? നല്ല ചൂട് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ ബീഫ് കറിയുടെ എരിവിൻ്റെ കൂടെ നല്ല സുഖമായിരിക്കണേ. നല്ലൊരു സുഖം. അപ്പോൾ എന്തായാലും പൊറോട്ട കൊണ്ടുവന്നു ഞാൻ വെച്ച ബീഫ് കറിയും കൂടി അങ്ങോട്ട് കഴിക്കട്ടെ. അല്ലാതെ ആ കടയിൽ നിന്ന് മേടിച്ച വെജിറ്റബിൾ കറിയെക്കുറിച്ചും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അതും നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല കുറിയ കറിയാണ്. ഞാൻ ഈ കുക്കറിലാണ് ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ വെക്കാറ്. അപ്പോൾ ഇറക്കി കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് ഏറെ കറിവേപ്പിലയിട്ട് അടച്ച് വെക്കാറുണ്ട് കേട്ടോ. ചൂടോടെ തന്നെ കുറേ നേരം അടച്ച് വെക്കും. അതാണ് ഇത്രയേറെ കറിവേപ്പില. ഞാൻ കറിവേപ്പില എല്ലാം ഇട്ടേക്കും. ബീഫിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കും കൈ കൊണ്ട് തന്നെ. അങ്ങനെ പെട്ടെന്ന് വെന്തതാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ മുറിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനത്തെ വേവാണ് എനിക്കിഷ്ടമേ. ചില ബീഫ് കറി കഴിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും, വേഗത്തും ഇല്ല. എനിക്കതൊന്നും പിടിക്കില്ല. നല്ല വെന്ത എന്ന് വെച്ചാൽ കുഴഞ്ഞു പോകാതെ അവിയൽ പരുമാകാത്ത ബീഫ് കറിയാണ് എനിക്കിഷ്ടം. പൊറോട്ട ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനി 2-3 കഷ്ണം ബീഫ് ബാക്കി വന്നിട്ടുണ്ട്. അത് പതിയെ എടുത്ത് കഴിക്കട്ടെ കേട്ടോ. ഞാൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ തന്നെ പിന്നെ കാണുമ്പം വായി വെള്ളം വരും. ബീഫും പൊറോട്ടയൊക്കെ കാണുമ്പോൾ പിന്നെ കൊതി വരാതിരിക്കുമോ? ശരിക്കും പറഞ്ഞാൽ സമയമില്ല. അല്ലെങ്കിൽ 5-6 പൊറോട്ടയും കൂടെ കഴിക്കാമായിരുന്നു. 5-6 പൊറോട്ട കഴിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് വിശ്വസിച്ചോ കേട്ടോ. ഇച്ചിരി പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ബൊമ്മ പോലെ വീർക്കും. ഞാൻ 5 പൊറോട്ടയൊക്കെ കഴിച്ചുള്ള അവസ്ഥയോ. ഗ്രേവിക്കൊക്കെ നല്ല രുചിയാണ്. പാത്രം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഇങ്ങനെ എടുത്ത് എന്തോ രുചിയാണെന്നറിയോ. അങ്ങനെ ഇന്നത്തെ പൊറോട്ട ഈറ്റിംഗ് ചലഞ്ച് കഴിഞ്ഞു കേട്ടോ. ചലഞ്ചൊന്നുമല്ല, കഴിഞ്ഞു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അല്ലേ?